ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. നമ്മുടെ SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ വന്ന് ടയർ 1ന്റെ ഡേറ്റ് എല്ലാവർക്കും മനസ്സിലായി, കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നു. സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റഡി പ്ലാൻ വേണം, അവസാനത്തെ 2 മാസത്തിന്റെ ഒരു എഫക്റ്റീവ് റിവിഷൻ പ്ലാൻ പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ സ്വയം അക്കൗണ്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേരൊക്കെ അതിന് താഴെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ റിസൾട്ട് കിട്ടിയ കുട്ടികൾക്കും കുറച്ചൊക്കെ ആ ഒരു പ്ലാൻ ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്ലാൻ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്കിവിടെ ആദ്യം പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ സ്ട്രെങ്ത്തിൽ നിന്നും വീക്ക്നെസ്സിൽ നിന്നുമാണ് ഞാൻ ഈ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാൻ അതുംപടി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കലും ആവശ്യപ്പെടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതൊരു മണ്ടത്തരായിരിക്കും. ഈ പ്ലാൻ നിങ്ങൾക്ക് അതേപോലെ ആപ്ലിക്കബിൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അത്യാവശ്യം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ 90% ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ അല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ, സ്വന്തമായ രീതിയിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയയിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ എലമെന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എലമെന്റ് എന്താണോ അത് മാത്രം എടുത്ത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്റ്റഡി പ്ലാനിൽ ഉൾക്കൊള്ളിക്കുക. പ്രസന്റ്ലി ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഫുൾ ടൈം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാറ്റം ഉണ്ടോ എന്ന് നോക്കുക. യെസ്, അപ്പൊ ആദ്യം തന്നെ പറയട്ടെ സുഹൃത്തുക്കളെ, പേടിച്ച പോലെ ആദ്യമേ നമ്മൾ കുട്ടികളോട് പറയുന്നതാണ്, പക്ഷെ ഒരു അഷൂറൻസ് ഇല്ലാത്തത് കൊണ്ട് ആരും വിശ്വസിച്ചില്ല. നോ ചേഞ്ച് ഇൻ എക്സാം പാറ്റേൺ. ടയർ 1 ടയർ 2 നിലവിൽ പാറ്റേണിൽ മാത്രം ചേഞ്ച് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എക്സാം പാറ്റേണിൽ ചേഞ്ച് ഇല്ല. എന്തായിരുന്നു ടയർ 1, എന്തായിരുന്നു ടയർ 2, സെയിം സാധനമാണ് പോകുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസിന്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന NTPC പരീക്ഷയിലും ചോദ്യങ്ങളിൽ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആകുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിരിക്കും. കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടിട്ടേ SSC ചോദ്യപേപ്പർ കൊണ്ടുവരികയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ കഴിഞ്ഞ തവണ കണ്ടതുപോലെ 8ഉം 9ഉം അല്ലെങ്കിൽ 10ഉം ചോദ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരില്ല എന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സമയം ഓൾറെഡി ആയി. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് വിൻഡോയിലേക്ക് പോകരുത്. ഇപ്രാവശ്യം നമുക്ക് വിളിക്കാനായിട്ട് ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ട്. പക്ഷേ തെറ്റ് വരുത്തിയിട്ട് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കരുത്. 2 ദിവസമായിട്ടിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വർക്കാവുമെന്ന് അറിയാൻ വേണ്ടി. ഇതുവരെ അവർ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമ്പർ തന്ന കോൺഫിഡൻസിൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത്. ബി വെരി കെയർഫുൾ. കറക്ഷൻ വിൻഡോ ഒക്കെ ഉണ്ടെങ്കിലും മാക്സിമം വൃത്തിക്ക് തന്നെ ചെയ്യുക. കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളിൽ. അതിനെപ്പറ്റി ഓൾറെഡി സൈലത്തിൽ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കണ്ടിട്ട് വൃത്തിക്ക് തെറ്റ് വരുത്താതെ ചെയ്യുക. ഓക്കെ, നമ്മുടെ ടയർ 1 പരീക്ഷ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 30 വരെ ആയിരിക്കും. ഓഗസ്റ്റ് 13 മുതൽ 30 വരെ. സപ്പോസ് നമുക്ക് ഓഗസ്റ്റ് 13 തന്നെയാണ് പരീക്ഷയെങ്കിൽ, ഇതിപ്പോൾ ജൂണാണ്, ജൂലൈ, ഓഗസ്റ്റ്, നമ്മുടെ കയ്യിൽ റഫ്ലി ഒരു 60 ദിവസമാണ് ടയർ 1 ഉള്ളത്. ടയർ 2 പരീക്ഷയുടെ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് അവർ പറയുന്നത് ഡിസംബർ മാസമാണ്. ഡിസംബർ മാസം. അപ്പോൾ ഡിസംബർ ഒരു സെക്കൻഡ് വീക്ക് നമ്മൾ പരീക്ഷ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 160+ ദിവസങ്ങൾ വരും. 60 ദിവസം 160+ ഡേയ്സും. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പഠിച്ചു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം വൃത്തിക്ക് എഫക്റ്റീവ്ലി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല. ക്ലിയർ ആണോ? ഏതൊരു സ്കോറിലേക്ക്, എത്ര സ്കോറിലേക്ക് എത്തണം? 2023 ടയർ 1 കട്ട് ഓഫ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആ ഒരു പോസ്റ്റിൻ്റെയൊക്കെ അല്ലാട്ടോ ഞാൻ പറയുന്നത്. ബാക്കി കോമൺ ആയിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു ജനറൽ കട്ട് ഓഫ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നിങ്ങൾ ടയർ 1 എഴുതില്ല, ശരിയല്ലേ? അപ്പോൾ ഓൺ ആൻ ആവറേജ് 2023 കട്ട് ഓഫ് 2024 കുറച്ച് കുറവായിരുന്നു. 2023 ഓപ്പൺ കാറ്റഗറിയുടെ കട്ട് ഓഫ് 150 മാർക്കായിരുന്നു. 150. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോ സ്കോർ അല്ല, ഇത് നോർമലൈസ്ഡ് സ്കോറാണ്. ഓക്കെ, ഈ ഒരു സ്കോർ വെച്ച് എലിജിബിൾ ആയി ടയർ 2 പോയ കുട്ടികളുടെ എണ്ണം 13,000 ശിഷ്ടമായിരുന്നു. 13,000 ശിഷ്ടം. ആകെ മൊത്തം എല്ലാ കാറ്റഗറിയിൽ നിന്നും, ഇത് ഓപ്പൺ കാറ്റഗറി മാത്രമാണ്, എല്ലാ കാറ്റഗറിയിൽ നിന്നും പരീക്ഷ ക്ലിയറായി അടുത്ത സ്റ്റേജിലേക്ക് പോയ കുട്ടികളുടെ എണ്ണം 71,000 സംതിങ് ആണ്. 71,000 ശിഷ്ടമാണുള്ളത്. ഓക്കെ, 2024 വരാം. കട്ട് ഓഫിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 153.18, അങ്ങനെ ചെറിയൊരു വേരിയേഷൻ, 3 മാർക്കോളം കൂടിയിട്ടുണ്ട്. പക്ഷെ ടയർ 1 ക്ലിയർ ആയ കുട്ടികളുടെ എണ്ണം നിങ്ങൾ നോക്കുക, ഓൾമോസ്റ്റ് ഡബിൾ ആണ്. ഇവിടെ 13,000 ശിഷ്ടം പേര് വരുമ്പോഴത്തേക്കും ഇവിടെ 25,800 ശിഷ്ടം പേര് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ടോട്ടൽ എത്ര പേര് ടയർ 2 പോയി? നമ്മൾ പറഞ്ഞു 2023 71,000 ശിഷ്ടമാണ്. 2024 അത്
1,65,240. എഗെയിൻ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് കൂടും. പരീക്ഷയെ പറ്റിയുള്ള അവയർനെസ് കിട്ടി സീരിയസ് ആയിട്ട് വൃത്തിക്കിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് ഈ വർഷവും അങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ കട്ട് ഓഫിൽ വലിയ മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പരീക്ഷ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവാൻ സാധ്യത ഉള്ളത് കൊണ്ട് കട്ട് ഓഫ് ഒരു 145 അല്ലെങ്കിൽ 153 ഈ ഒരു റേഞ്ചിലേക്ക് നിൽക്കാം എന്ന് പറയാം. പക്ഷെ അതിനും ഞാൻ ഇപ്പോഴേ പറയുകയാണ് 0% ആക്യുറസിയാണ്. പരീക്ഷ കഴിയാത്ത പരീക്ഷയ്ക്ക് വേണ്ടി കട്ട് ഓഫ് പറയുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പരീക്ഷ ഡിഫിക്കൽട്ട് ആയിരിക്കും, അതുകൊണ്ട് കട്ട് ഓഫ് കുറയും എന്നൊക്കെ വിചാരിച്ച് പോകരുത്. ഓൾറെഡി മനസ്സിൽ വെച്ച് പോകരുത് ഞാൻ 100ൽ 98 അറ്റംപ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കരുത്. പരീക്ഷ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഒക്കെ ഏകദേശം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 13-ാം തീയതി പരീക്ഷ തുടങ്ങട്ടെ. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ അനാലിസിസ് കിട്ടും പരീക്ഷയുടെ ഒരു പാറ്റേൺ. അതിനനുസരിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. അല്ലാതെ 13-ാം തീയതിയാണ് നിങ്ങൾക്ക് പരീക്ഷയെങ്കിൽ ആദ്യമേ പോയി ഞാൻ 100 എണ്ണത്തിൽ 90 എണ്ണം കുത്തും എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. അപ്പോൾ സുഹൃത്തുക്കളെ, സമയം ലിമിറ്റഡ് ആണ്. ടയർ 1 വേണ്ടി നമ്മുടെ മുമ്പിലുള്ളത് ഒരു 60 ദിവസമാണ്. ടയർ 2 വേണ്ടി നമ്മുടെ മുമ്പിലുള്ളത് 160 മുതൽ 170 ദിവസം വരെയാണ്. അപ്പോൾ നിങ്ങളിൽ എല്ലാവരും ടയർ 2 ഇപ്പോൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പോഴും ടയർ 2 നോക്കി തുടങ്ങേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ആദ്യമേ തന്നെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കുന്നത്? നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുന്നവരുണ്ടാകാം, 3 മണിക്കൂർ ജോലി ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ടാകാം, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് പഠിക്കുന്നവരുണ്ടാകും. ഈ ഒരു പ്ലാൻ കുറെ കൂടെ സ്യൂട്ടബിൾ ആവുക ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഒരു ദിവസം പഠിക്കുന്ന, അതായത് ഒരു ഫുൾ ടൈം ആസ്പിരൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിലാണ് കുറച്ചുകൂടെ ഇത് സ്യൂട്ടബിൾ ആകുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു റിപ്പീറ്ററാണ്, നിങ്ങൾ ജോലി ചെയ്തിട്ടാണ് പഠിക്കുന്നത്, 3-4 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടേതായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ എലമെന്റ് മാത്രം കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു 8-10 മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ പറയുന്ന 150 റേഞ്ചിലുള്ള കട്ട് ഓഫിലേക്ക് എത്താം? 150 റേഞ്ച് അഗെയിൻ നോർമലൈസ്ഡ് ആണ്. അതായത് നമ്മുടെ റോ സ്കോർ എങ്ങനെ 140+ നമുക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സിലബസിനെ പറ്റി കാണും. 25 ചോദ്യങ്ങൾ റീസണിങ്, 25 ജനറൽ അവയർനെസ്, 25 ആപ്റ്റിറ്റ്യൂഡ്, 25 ഇംഗ്ലീഷ്. ഇതിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, വീക്ക് ഏരിയാസ് ഏതാണ്? ഇപ്പോൾ ജനറൽ ട്രെൻഡ്, ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് റീസണിങ് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ 25-ൽ എനിക്ക് ഏകദേശം ഒരു 22-23 കിട്ടുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നിരിക്കട്ടെ സപ്പോസ്. അടുത്തത് ജനറൽ അവയർനെസ്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ജനറൽ അവയർനെസ്സിൽ എനിക്ക് മാക്സിമം ഞാൻ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 12-13 ചോദ്യങ്ങളുടെ മാർക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് തരക്കേടില്ല, 25-ൽ ഒരു 21-22 റേഞ്ചിലേക്ക് എനിക്ക് കറക്റ്റ് കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് താരതമ്യേന എളുപ്പമാണ്. 25-ൽ മോസ്റ്റ്ലി ഞാൻ 25 അല്ലെങ്കിൽ 24 സ്കോർ ചെയ്യാറുണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക, ഈ ഒരു സാധനം വച്ചിട്ട് നിങ്ങൾ കട്ട് ഓഫിലേക്ക് എത്തുമോ എന്നുള്ളത്. അപ്പോൾ 140 നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കെങ്കിൽ, അല്ലെങ്കിൽ 142, 144 ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 70 മുതൽ ഒരു 75 വരെയുള്ള സാധനങ്ങളുടെ മാർക്ക് കിട്ടണം. എന്നാലേ നിങ്ങൾ അതിലേക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഈ 100-ൽ എത്ര എണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. ഇനി നിങ്ങൾ റീസണിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എത്തി, മിക്കവാറും എല്ലാവരും ആ റേഞ്ചിലേക്ക് എത്തും. ഇംഗ്ലീഷും ആ ഒരു റേഞ്ചിലേക്ക് എത്തും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചിലപ്പോൾ കുറച്ച് കുറയും, ഒരു 17, 18, 19. ജനറൽ അവയർനെസ്സിന് 5, 6 എന്നാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വീക്ക് ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സാധനത്തിൽ നിങ്ങളുടെ സ്പ്ലിറ്റ് എത്രയാണ്. അതായത് കട്ട് ഓഫ് നമുക്കറിയാം, ഞാൻ ഉദ്ദേശിക്കുന്നത് 140 to 150 റോ സ്കോർ നേടാനാണ്. അതിൽ നിന്നും പുറകോട്ട് വരിക. നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മൂക്കിനനുസരിച്ച് നിങ്ങൾക്കറിയാം എത്ര ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഏരിയ ഏതാണോ ആ ഏരിയയിലേക്ക് നമുക്ക് ഫോക്കസ് കൊടുക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സിലബസ് എടുക്കുക. സിലബസ് ഇനി നോട്ടിഫിക്കേഷൻ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ ഈ ഫയലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. ഇതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ സിലബസ് എടുക്കുക. ഈ സിലബസിൽ നിങ്ങൾക്ക് സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള ഏരിയ ഏതാണോ ആ ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുക. സ്ഥിരം പ്രശ്നക്കാർ, എത്ര പഠിച്ചാലും കിട്ടുന്നില്ല, പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ആ ഏരിയ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയുടെ ട്രെൻഡിലേക്ക് പോവുക. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നൊരു ഏരിയ. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ ട്രെൻഡ് നോക്കുമ്പോൾ, പർട്ടിക്കുലർലി 2024 ട്രെൻഡ് നോക്കുമ്പോൾ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ടയർ 1-ന് വന്നിട്ടുള്ളത് കോഡിംഗ്, ഡീകോഡിംഗ് എന്ന് പറയുന്ന ഏരിയ, ഫൈൻഡിങ് ദ നെക്സ്റ്റ് ഫിഗർ, ഓഡ് വൺ ഔട്ട്, മിറർ ഇമേജ്, അങ്ങനെ അതൊക്കെയാണ്. ഇത് മാത്രം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 2 അതിലധികമോ ചിലപ്പോൾ 3-4 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഈ ഏരിയാസിനാണ് ഏറ്റവും കൂടുതൽ
പ്രാധാന്യമുള്ളത്. ഈ ഏരിയാസിന് പ്രാധാന്യം കൂടുതലാകുമ്പോൾ 2023 ഇവിടെ നിന്ന് കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസിൽ ഈ പോർഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തറവായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. കാരണം ഫ്രീക്വൻസി കൂടുതലാണ്. ഇനി അങ്ങനെയല്ല, ചില ഏരിയാസ്, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഏരിയ നിങ്ങൾ വീക്കാണ്, അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾക്കത് നമ്മുടെ 100-ൽ 75 മാർക്ക് മതി എന്നല്ല ഞാൻ പറഞ്ഞേ. അപ്പം നിങ്ങൾക്കൊരു 15 മുതൽ 20 വരെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ നെഗറ്റീവ് 5-ൽ താഴെയാണെങ്കിൽ മാത്രമാണ് ഞാനിത് പറയുന്നത്. ആ 15-20ലേക്ക് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഏതൊക്കെ ഏരിയ ഞാൻ സ്കിപ്പ് ചെയ്യണമെന്നുള്ളൊരു ധാരണയും നിങ്ങളുടെ മനസ്സിലുണ്ടാകും, പ്രൊവൈഡഡ് ആ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ റിസ്ക് എടുക്കുകയാണ്. ഇപ്രാവശ്യം അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതൊരു റിസ്ക് എടുക്കുന്നത് തന്നെയാണ്. പറ്റുന്നത്രയും പഠിക്കുക, പറ്റില്ലെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ അരിത്മെറ്റിക്സും അഡ്വാൻസ്ഡും സെഗ്രിഗേറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കുമ്പോൾ 2024 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ജോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ട്രിഗണോമെട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ പ്രപ്പോർഷൻ. അപ്പോൾ അഡ്വാൻസ്ഡിൽ നിന്നും അത്യാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അരിത്തമെറ്റിക്സിൽ നിന്നും അത്യാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസിൽ എവിടെയാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത്? ഞാൻ ജോമെട്രി വീക്കാണ്, ജോമെട്രി സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമില്ല. കാരണം കഴിഞ്ഞ തവണ ഓൺ ആൻ ആവറേജ് 4 മുതൽ 5 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്, 4 മുതൽ 5 ചോദ്യങ്ങൾ വരെ. അപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ റീസണിങ്ങിൽ പറഞ്ഞ സെയിം സാധനമാണ് നിങ്ങളോട് അപ്ലൈ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു 8-10 ഏരിയാസ്, അതിൽ 4-5 ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഏരിയാസിൽ നിങ്ങൾ വീക്കാണെങ്കിൽ നിങ്ങൾ അതിലിരുന്ന് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ, അതിന് യാതൊരു സംശയമില്ല. പ്രാധാന്യം വളരെ കുറഞ്ഞ ഏരിയാസ് ആണെങ്കിൽ നമുക്കൊരിക്കലും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കില്ല സർക്കിൾ പ്രാധാന്യം കുറവാണ്, കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം സർക്കിൾസിന് കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ടൈർ 1 പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ ഷിഫ്റ്റുകളുണ്ട്. സർക്കിളിൻ്റെ ചോദ്യം ഇല്ല, വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പോർഷൻസ് നിങ്ങൾ വീക്കാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്നു. ഈ ഒരു പോർഷൻസ് വീക്കാണെങ്കിൽ നമ്മളവിടെ കാര്യമായിട്ട് പണിയെടുക്കണം. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം, ഇംഗ്ലീഷ്. ഇപ്പം ഇംഗ്ലീഷിൻ്റെ സിലബസിൽ വ്യക്തമായിട്ട് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള വൊക്കാബ്, നമ്മുടെ ഇഡിയംസ്, നമ്മുടെ വാക്കുകൾ, പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഒരു സോഴ്സ്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ 2 സോഴ്സുകളിൽ, ഈ 2 ഏരിയാസിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷിൽ 25-ൽ 24 നേടുക എന്ന് പറയുന്നത് അത്ര അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഷിഫ്റ്റിൽ പോലും ഒരു 22-23 നേടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ചോദ്യം 2024 വന്നിട്ടുള്ളത് 1 ക്ലോസ് ടെസ്റ്റ്, 2 സിനോണിംസ് ആന്റോണിംസ്, 3 എറർ ഡിറ്റക്ഷൻ, 4 ആക്റ്റീവ് ആൻഡ് പാസീവ്, 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എഗെയിൻ ഇംഗ്ലീഷിൽ നിങ്ങളുടെ മാക്സിമം കണ്ടന്റ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കൊടുക്കണം. അതിന് ഒരു എന്താ പറയുക, ഒരു എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. അത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിലും, ബിഗിനർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഈ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ക്ലോസ് ടെസ്റ്റ് എന്ന് അറിയില്ലാത്ത ഒരാളെ കുറിച്ച് അല്ലാണ്ട് ഞാൻ പറയുന്നത്. അത്യാവശ്യം പഠിച്ചു തുടങ്ങിയ ഒരാളാണെങ്കിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഇരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്തത് നമുക്ക് ജനറൽ അവയർനെസ്സിലേക്ക് വരാം. ജനറൽ അവയർനെസ്സിൽ നമുക്കറിയാം ജനറൽ നോളജ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. ജനറൽ സയൻസിൽ കഴിഞ്ഞ തവണത്തെ ചോദ്യങ്ങളുടെ ഒരു ട്രെൻഡ് ബയോളജിയിലായിരുന്നു ഏറ്റവും കൂടുതൽ. ബയോളജി സ്പെല്ലിംഗ് തെറ്റിയില്ലോ? ഇല്ല, ബയോളജിയിലായിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബയോളജി എന്ന് പറയുന്ന മേഖല, ആ ഒരു സബ്ജക്റ്റിൽ ഞാൻ 10 കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ABCD പോലും അറിയാൻ പാടില്ല. 10 വരെ പഠിച്ച ബേസിക് കാര്യങ്ങൾ മാത്രമേ അറിയാമുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ ഒരുപാട് എഫേർട്ട് ഇടാറില്ല. കാരണം ഈ 2 സാധനങ്ങൾ വെച്ചിട്ട് എനിക്കിത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഡാമേജ് ഇതുവരെ ബയോളജിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പ്ലാൻ ഉണ്ടാകും. ഇതിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്. നിങ്ങൾ അത്യാവശ്യം തരക്കേടില്ലാതെ ബയോളജി പഠിച്ചു വന്ന ഒരാളാണെങ്കിൽ, ബേസിക്സ് അറിയാമെങ്കിൽ, റിവൈസ് ചെയ്താൽ കിട്ടുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? ബയോളജിയിൽ നിന്നാണ്. ജനറൽ നോളജിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ വന്നത് ഹിസ്റ്ററിയിൽ നിന്നുമാണ്. ഹിസ്റ്ററിയാണ് മെജോറിറ്റി ഷിഫ്റ്റുകളിലും കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. 4-5 ചോദ്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ്, ക്ലാസ്സിലും മാരത്തോണിലും ഡിസ്കസ് ചെയ്താണ്. ഹിസ്റ്ററിക്ക് ശേഷം ചില ഷിഫ്റ്റുകളിൽ പോളിറ്റി ഡോമിനേറ്റ് ചെയ്തപ്പോൾ ചില ഷിഫ്റ്റിൽ ജോഗ്രഫി ഡോമിനേറ്റ് ചെയ്തു. അങ്ങനെ എക്കണോമിക്സ് ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് ഞാൻ അധികം കണ്ടിട്ടില്ല.
അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ പാറ്റേൺ. ഏൻഷ്യൻ, മീഡിയവൽ, മോഡേൺ ഉൾപ്പെടുന്ന ഹിസ്റ്ററി പഠിക്കുക. NCERT സിലബസ് NCERT കണ്ടന്റ് റിവൈസായി, അതിൽ ഡൽഹി സുൽത്താനായിട്ടില്ല, അത് പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരുത്. NCERT മാത്രമേ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുള്ളത്, കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് വേറെയാണ്, ഇത് വേറെയാണ്. നമ്മുടെ സിലബസിൽ മീഡിയവൽ ഇന്ത്യ ഇപ്പോഴും ഭാഗമുണ്ട്. ഡൽഹി സുൽത്താനായിട്ട് പഠിക്കാതിരിക്കരുത്, അങ്ങനെ മണ്ടത്തരം കാണിക്കരുത്. അടുത്തത് ഇന്ത്യൻ പോളിറ്റി ജോഗ്രഫി. ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി രണ്ടും നമുക്ക് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നമുക്കറിയാം വേൾഡ് ഹിസ്റ്ററി ഇല്ല. വേൾഡ് ജോഗ്രഫി എന്ന് എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു എന്നുള്ള സാധനം വെച്ചിട്ട് വേൾഡ് ജോഗ്രഫി നമുക്ക് ചോദിക്കാറുണ്ട്. എക്കണോമിക്സ് നമ്മുടെ സ്ഥിരം പോർഷൻസിൽ നിന്നാണ് വരുന്നത്. നാഷണൽ ഇൻകം പോലെ, ഇൻഫ്ലേഷൻ പോലെ, 5 ഇയർ പ്ലാൻസ് പോലുള്ള ഭാഗത്ത് തന്നെയാണ് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന NTPC പരീക്ഷയിൽ നിങ്ങൾക്കറിയാം കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. 3 വർഷത്തേക്ക് വരെ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ CGL നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത്രയും പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇപ്പൊ നമുക്ക് പരീക്ഷ ഓഗസ്റ്റിലാണ് അല്ലേ? നമുക്ക് വിചാരിക്കാം ജൂലൈയിൽ അവർ പേപ്പർ സെറ്റാകും. ജൂലൈയിൽ തൊട്ട് മുമ്പുള്ള മാസം ജൂൺ മുതൽ ഒരു 10 മാസം അല്ലെങ്കിൽ 12 മാസം പുറകോട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ജൂൺ 2025 മുതലുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഈ ഒരു മാസം പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ അങ്ങനെ പുറകോട്ട് പോവുക. ഏറ്റവും പുറകെ തുടങ്ങാൻ നിൽക്കരുത്. കാരണം എവിടെ നിന്ന് തുടങ്ങാമെന്ന് നമുക്ക് യാതൊരു ധാരണയില്ല. നിങ്ങളുടെ ജനുവരി 2024 അറിഞ്ഞൂടാ, 2023 അറിഞ്ഞൂടാ. ഏറ്റവും പ്രാധാന്യം കൂടുതൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കറണ്ട് അഫയേഴ്സിനാണ്. 2025 ആദ്യത്തെ 4-5 മാസത്തിൽ ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കുറേ നമ്മുടെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് മാരത്തോൺ വരും, അതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഏരിയ സെറ്റാക്കണം. ടീച്ചറിൻ്റെ ക്ലാസ് കൂടാതെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാറ്റിക് GKയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു 3 പോർഷൻസ് ഏതൊക്കെയാണ്? മ്യൂസിക്, ഡാൻസ്, ഫെസ്റ്റിവൽസ്. ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇല്ല എന്നൊന്നല്ല കേട്ടോ, അതുപോലെ പേഴ്സണാലിറ്റീസ് ന്യൂസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മ്യൂസിക്, ഡാൻസ്, ഫെസ്റ്റിവൽ, ഈ 3 തന്നെയാണ് ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് GK. ഇതിൽ ക്ലാസിക്കൽ ഡാൻസസിനെ പറ്റി നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫെസ്റ്റിവൽസിനെ പറ്റി ചെയ്യാം, മ്യൂസിക്കിനെ പറ്റി ചെയ്യാം. ഇത് തന്നെയാണ് ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ, യാതൊരു സംശയമില്ല. പിന്നെ പേഴ്സണാലിറ്റീസ് ന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 2024-25 കാലഘട്ടത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ, നമുക്ക് നഷ്ടമായിട്ടുള്ള കുറേ അതുല്യ പ്രതിഭകളുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി, സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി, രത്തൻ ടാറ്റ, ഇവരൊക്കെ മസ്റ്റായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഇത് മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ഇതിന് പ്രാധാന്യം കൂടുതലാണെന്നാണ് ഞാൻ പറയുന്നത്. ക്ലിയർ? അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തു, ശരിയല്ലേ? വീക്ക് ഏരിയാസ് മുഴുവൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഇനിയാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെന്ന് പറയുക. അതിനനുസരിച്ച് ഒരു ഇൻഡിവിജ്വൽ കാര്യം എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഏറ്റവും ആദ്യം ഒരു 140 മുകളിൽ റെഗുലറായിട്ട് ടയർ 1 സ്കോർ ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലും അല്ലെങ്കിൽ ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട്. ഒരുപാട് പേര്, അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്. 140 കൂടുതൽ മാർക്ക് മേടിക്കുന്നവർ. 140 കൂടുതൽ മാർക്ക് മേടിക്കുന്നവരോട് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, യു ആർ ഓൾമോസ്റ്റ് ഇൻ ദ സേഫ് ലെവൽ. നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 140 ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷനിൽ മാത്രം വർക്കാവുക. നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ ടയർ 1 മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, നിങ്ങൾ ടയർ 2 ലെവലിലുള്ള ചോദ്യങ്ങളും ചെയ്യണം. അടുത്ത 2 മാസമല്ലേ, ഈ 2 മാസത്തിൽ ഈ ആദ്യത്തെ ഒരു മാസം, ഈ ജൂൺ മാസം മുഴുവനെങ്കിലും നിങ്ങൾ ഈ ടയർ 2 ജൂൺ മാസത്തിൽ മുഴുവനെങ്കിലും ടയർ 2 ഒരു 4-5 മോക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ജസ്റ്റ് ടയർ 1 അല്ല, നിങ്ങൾ ടയർ 2 കൂടി വേണ്ടിയിട്ടാണ് പാരലലി പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടിൻ്റെ പ്രിപ്പറേഷൻ രണ്ടാണെന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. ടയർ 2 മാത്രമുള്ള ചില യൂണീക്ക് ഏരിയാസ് ഉണ്ട്, പ്രോബബിലിറ്റി പോലുള്ള, ഇപ്പോൾ കമ്പ്യൂട്ടർ നോളജ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ടൈപ്പിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പാരലലി അതുകൂടെ നോക്കാം. ടയർ 2 ലെവൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് നോക്കാം. സിലബസ് ഓവർലാപ്പിംഗ് ആണെങ്കിലും ടയർ 2 ഈസ് സപ്പോസ് ടു ബി ഡിഫിക്കൽട്ട് അല്ലേ? അപ്പോൾ ആ ചോദ്യങ്ങളും നിങ്ങൾ നോക്കണം. അടുത്തത്, നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. 140+ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റിവിഷനിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറയും, നിങ്ങൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ, സപ്പോസ് X hours പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/3 നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. എഗെയിൻ ഡിയർ ഫ്രണ്ട്സ്, ഇത് എൻ്റെ സജഷൻ മാത്രമാണ്, ഇരുമ്പൊലക്കല്ല. ആവശ്യമുള്ളവർക്ക് എടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് എടുക്കണ്ട. വർക്കാവുമെന്ന് നോക്കുക. വർക്കാവില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കാവുന്ന രീതിയിൽ ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾ ഒരു 9 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളൊരു 3 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റി വെക്കുന്നത് ഞാൻ പറയും. 2.5-3 മണിക്കൂർ ഇതുവരെ പഠിച്ച കാര്യങ്ങളും അന്ന് പഠിച്ച കാര്യങ്ങളും നിങ്ങളൊന്ന് റിവിഷന് വേണ്ടി ഓരോ ദിവസവും. അല്ല, റിവിഷൻ എന്ന് പറയുന്നത് ഒരു 2 ആഴ്ച 3 ആഴ്ച 1 മാസം കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു സാധനമല്ല. റിവിഷൻ എന്ന് പറയുന്നത് ഷാൽ ബി എ ഡെയിലി ആക്ടിവിറ്റി. കേട്ടോ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടയർ 2 ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. PYQ മോക്ക് എടുക്കുമ്പോൾ 140 കിട്ടുന്ന നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ, ഓരോരോ പ്ലാറ്റ്ഫോമിന്റെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 7-8 മാർക്കിന്റെ വേരിയേഷൻ വരാം. കാരണം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ, ഞാൻ ആദ്യം ഒരു ഡെവലപ്പറായിട്ട് തുടങ്ങി, മോക്ക് ടെസ്റ്റുകൾക്ക് ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ പെർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ മാക്സിമം ഡിഫിക്കൽട്ട് ആക്കാനും ഇന്നോവേറ്റീവ് ആക്കാനും നമ്മൾ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ PYQ ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അതേ മാർക്ക് നിങ്ങൾക്ക് ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും മോക്ക് എടുക്കുമ്പോൾ കിട്ടണമെന്നില്ല. അത് നിങ്ങൾ വറീഡാക്കണ്ട. എനിക്ക് PYQയിൽ 140+ വരുന്നുണ്ട്, മോക്ക് എടുക്കുമ്പോൾ 130, 125 to 130+ വരുന്നെങ്കിൽ അത് ഓക്കെ, ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കേട്ടോ? ഇതുകൂടാതെ ഈ അടുത്ത് നടന്നിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. UPSCയുടെ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. രാജേന്ദ്ര വൺ ചോളനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, നദീസ്തുതി സൂക്തം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, മഹാജനപദാസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ മെർജ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളോട് ഒന്നുകൂടെ കടന്നു പോവുക. മോർ ദാൻ ദാറ്റ്, UPSCയുടെ പ്രിലിംസിൻ്റെ കറണ്ട് അഫയേഴ്സ് എവിടേക്കാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നോക്കുക. ആ ഒരു ഫോക്കസ് ഏരിയ നമ്മുടെ പരീക്ഷയിലും റിഫ്ലക്ട് ചെയ്യപ്പെട്ടേക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ, ഇപ്പോൾ ഗ്രീൻ ടെക്നോളജിയിലൊക്കെ കുറേ ഫോക്കസ് ചെയ്ത് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങളൊന്ന് വായിച്ച് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. UPSCയുടെ ഓരോ ചോദ്യത്തിനും ഒരു പർട്ടിക്കുലർ കാരണമുണ്ട്. പർട്ടിക്കുലർ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ആർട്ടിക്കിൾ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു അനാലിസിസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ന്യൂസ് ആർട്ടിക്കിൾ എങ്കിലും എന്നല്ല, നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ആ ന്യൂസ് ആർട്ടിക്കിൾസ് മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം. 100 ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ, 100 ചോദ്യങ്ങളേ ഉള്ളൂ. അത് നിങ്ങളുടെ ഹിസ്റ്ററി ഉണ്ട്, പോളിറ്റി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സ്റ്റാറ്റിക് ചോദ്യങ്ങളുണ്ട്. കറണ്ട് അഫയേഴ്സിനാണ് പ്രാധാന്യം കൂടുതൽ. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലകളുണ്ട്. നമ്മുടെ അതേ സിലബസ് ആണ്. CSAT എന്ന് പറയുന്ന പേപ്പർ സോൾവ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതിൽ ഇംഗ്ലീഷും ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് കൊണ്ട് കുറച്ചുകൂടെ ലെവൽ കൂടിയ ചോദ്യങ്ങളാണ്. ശ്രമിച്ചു നോക്കാം. നമ്മുടെ കോംപ്രിഹെൻഷൻ റീഡിംഗ് ഒക്കെ കാര്യമായിട്ട് UPSCയിലും വരുന്നുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതുപോലെ RPFന്റെ പരീക്ഷ നടന്നിരുന്നു. അതിലെ SIയുടെ പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യുക. ഓൺഗോയിങ് ആയിട്ടുള്ള NTPC പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി എഴുതിയ കൂട്ടുകാരും മറ്റുണ്ടെങ്കിൽ ഏത് ഏരിയയിലാണ് പ്രാധാന്യം കൂടുതൽ. ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ആ ചോദ്യങ്ങൾ വച്ചിട്ട് ഒരു അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് SSC RRB പെർമിറ്റ് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ അത്യാവശ്യം ഗ്രൂപ്പുകളിലൊക്കെ ഇൻഫോർമൽ ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിലാണ് പ്രാധാന്യം കൂടുതൽ, ആ ഏരിയകളിലെ ചോദ്യങ്ങൾ തന്നെ നോക്കുക. ക്ലിയർ ആണോ? ഇതാണ് 140+കാരോട് പറയാനുള്ളത്. ഈ 140+കാർ 120 to 140 കിട്ടുന്ന ആളുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 140+കാർ റിവിഷന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുമ്പോൾ 10 മണിക്കൂർ പഠിച്ച് അവർ 5 മണിക്കൂർ 6 മണിക്കൂർ റിവൈസ് ചെയ്യണം. 120 എന്ന് പറയുന്ന ആളുകൾ, നിങ്ങളുടെയും കീ എന്ന് പറയുന്നത് റിവിഷനാണ്. നിങ്ങളുടെ മാർക്ക് 20-30 ആണെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് 100ലേക്ക് 120ലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വെറുതെ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. ഈ 120ൽ നിന്നും 140ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അവിടെ നമ്മുടെ മൈക്രോ ഏരിയാസ്, നമ്മുടെ ഇഷ്യൂസിനെ മനസ്സിലാക്കി ആ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് എത്തിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 120 to 140 കിട്ടുന്നവരോട് നിങ്ങളും റിവിഷൻ തന്നെ കീ ആയിട്ട് വയ്ക്കുക. ബിക്കോസ് യു ഹാവ് ദ കണ്ടന്റ്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കി ആ വീക്ക് ഏരിയാസിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ 20 മാർക്ക് എവിടെയാണ് പോകുന്നത്? സർഫസ് ലെവൽ എറർ നിങ്ങൾ കുറയ്ക്കുക. ഓവർ കോൺഫിഡൻസിൽ നമ്മൾ വരുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ കുറയ്ക്കുക. കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് കുറയ്ക്കുക. എന്നിട്ടും ഒരു 15ഓളം മാർക്കിന്റെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വീക്ക് ഏരിയ ആയിരിക്കും. ഇറ്റ് കുഡ് ബി കറണ്ട് അഫയേഴ്സ്, ഇറ്റ് കുഡ് ബി ഹിസ്റ്ററി, അഡ്വാൻസ്ഡ് മാത്സ് ആയിരിക്കാം, റീസണിങ് ഇംഗ്ലീഷും വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിൽ ദയവ് ചെയ്ത് വർക്ക് ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വീക്ക് ഏരിയ മനസ്സിലാക്കുക എന്ന്. ഓക്കെ. ഇനി നിങ്ങൾ 100 മുതൽ 120 വരെ മാർക്ക് കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് സഫീഷ്യൻ്റ് അല്ല, കട്ട് ഓഫിലേക്ക് നമ്മൾ എത്തിക്കാൻ സഫീഷ്യൻ്റ് അല്ല. സോ പ്ലീസ് വർക്ക് ഓൺ യുവർ കണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ മോഡേൺ ഇന്ത്യ പഠിച്ചിട്ടില്ല, ഞാൻ ജോഗ്രഫി തുറന്നിട്ടില്ല, എക്കണോമിക്സിൻ്റെ ബേസിക്സ് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ജനറൽ സയൻസിൽ ഞാൻ ബയോളജി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. റീസണിങ്ങും ഇംഗ്ലീഷും എഗെയിൻ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾക്ക് മാർക്ക് തരുന്ന ഏരിയസ് ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ പറയും പ്രോഫിറ്റ് ആൻഡ് ലോസ് എനിക്ക് ഓക്കെ അല്ല, അല്ലെങ്കിൽ ജോമെട്രി ട്രിഗണോമെട്രി ഞാൻ തൊട്ടിട്ടില്ല. ആ ഏരിയാസിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ടയർ 1 ക്ലിയർ ആകണമെങ്കിൽ ഇനിയുള്ള 60 ദിവസത്തിൽ തരക്കേടില്ലാത്ത ബ്രേക്ക് എടുത്ത് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കണം. ഇതൊരു ഡീമോട്ടിവേഷനായിട്ട് കണക്കാകാതെ, എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ക്ലിയർ ആകും, ഈ വീഡിയോ 10 പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആകും, നിങ്ങളുടെ കൂട്ടുകാരെ ക്ലിയർ ആകും എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയല്ല.
നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിത് ക്ലിയർ ആകണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഭഗീരഥ പ്രയത്നം എന്നൊരു സാധനമുണ്ട്. പക്ഷേ ഇഫ് യു ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ അത് ക്ലിയർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളുടെ കണ്ടന്റ് ഫോക്കസ് ചെയ്യുക, പ്ലസ് റിവിഷൻ എല്ലാവർക്കും വേണം. ഏറ്റവും മാർക്ക് കൂടുതൽ കിട്ടിയവർക്ക് മൈക്രോ ഏരിയയിലുള്ള അവിടെ റിവിഷൻ കുറെ കൂടെ എഫക്റ്റീവ് ആകും. കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് കണ്ടന്റിലും പിന്നെ റിവിഷനിലുമാണ്. എവിടെയാണ് നിങ്ങൾ 1/3 റിവിഷന് വേണ്ടി മാറ്റി വെക്കേണ്ടത്? ഇവരൊക്കെ ഇവരുടെ സമയത്തിന്റെ നല്ലൊരു ശതമാനം 50% റിവിഷന് വേണ്ടി മാറ്റി വെച്ചാലും ഞാൻ ഒന്നും പറയില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ സ്കോർ 100-ൽ താഴെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടന്റിൽ നല്ല ഫോക്കസ് ചെയ്യാനുണ്ട്, പ്ലസ് റിവിഷൻ. അപ്പോൾ ഇത് തന്നെയല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്ന് ചോദിക്കാം. ഇവിടെ നമ്മുടെ ഫോക്കസ് കൂടുതൽ വരേണ്ടത് കണ്ടന്റിലാണ്. നിങ്ങൾ ഇനിയുള്ള 60 ദിവസത്തിൽ കംപ്ലീറ്റ് പുതിയ ഏരിയാസ് പഠിച്ചു പോകണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പഠിച്ച ഏരിയാസിനെ നല്ലപോലെ റിവൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ഞാൻ നേരത്തെ ഹൈലൈറ്റ് ചെയ്തില്ലേ, ആ ഏരിയാസ് മാത്രം പുതിയതായിട്ട് പഠിക്കുക. നിങ്ങളല്ലാതെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ അത് 1 മുതൽ ഇരുന്ന് അവസാനം വരെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം 60 ദിവസം പെട്ടെന്ന് കടന്നു പോകും. അപ്പോൾ നിങ്ങളിപ്പോഴും ബിലോ 100-ൽ തന്നെ നിൽക്കും. ബിലോ 100 എന്ന് പറയുമ്പോൾ ഞാൻ 30-40 കിട്ടുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഈ 60 ദിവസത്തിൽ നമ്മൾ ക്ലിയർ ആവുക എന്നുള്ളത് അതൊരു മാജിക്കലായിട്ടുള്ള കാര്യമാണ്. സംഭവിച്ചാൽ നല്ലത്, സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. 80-90 നിൽക്കുന്ന കുട്ടികളോടാണ് പറയുന്നത്, റിവിഷൻ ഈസ് ദ കീ എന്ന് ഞാൻ പറയില്ല. റിവിഷൻ നല്ലപോലെ തന്നെ നടക്കണം. പക്ഷേ കണ്ടന്റ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ആക്യുറസി ഉണ്ടാകും, കാരണം പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടാകും, പക്ഷെ കണ്ടന്റ് കുറവാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏരിയ ഏതാണോ ആ ഏരിയയിൽ മാക്സിമം പഠിക്കുക. നിങ്ങളുടെ മാർക്ക് അടുത്തടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പ്രസന്റ് സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആ റോ സ്കോർ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ പഠിത്തത്തിന്റെ രീതി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് റിവിഷൻ എന്ന് പറയുന്നത് 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3-3.5 മണിക്കൂറെങ്കിലും റിവിഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പഠന സമയത്തിന്റെ 1/3 റിവിഷനിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അവസാനത്തെ 2 ആഴ്ചയില്ലേ, അതായത് ജൂലൈ അവസാനം മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം, അതിൽ നിങ്ങളുടെ 75% റിവിഷന് വേണ്ടി വയ്ക്കുക. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 13 വരെ. നിങ്ങളുടെ ഷിഫ്റ്റ് ഓഗസ്റ്റ് 13-നാണെങ്കിൽ, അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ അവസാനത്തെ 2 ആഴ്ച മാക്സിമം റിവിഷൻ. ഇതിന് പാരലായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റും എടുക്കണം. നിങ്ങൾ ഓൾറെഡി മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ടുള്ളവരായിരിക്കും. മോക്ക് ടെസ്റ്റ് എടുക്കാൻ പേടിയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോക്ക് ടെസ്റ്റുകൾക്ക് എപ്പോഴും നിങ്ങളൊരു ടാർഗറ്റ് വെക്കണം. അത് ഡെയിലി ടാർഗറ്റ് എന്ന് ഞാൻ പറയില്ല, വീക്ക്ലി ടാർഗറ്റാണ്. ചില കുട്ടികൾ ഡെയിലി മോക്ക് എടുക്കും. ഞാൻ അതിനെ ഡിസ്കറേജ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം ടയർ 1-ന്റെ മോക്ക് ടെസ്റ്റ് നമുക്കറിയാം 1 hour ആണ്. അതൊരു പേരിന് വേണ്ടി എടുത്തിട്ട് ചിലർ പറയും നമ്മളൊരു 5000 മോക്ക് ടെസ്റ്റ്, 500 മോക്ക് ടെസ്റ്റ്, 10000 മോക്ക് ടെസ്റ്റ് എന്നൊക്കെ ഒരു നമ്പർ പറഞ്ഞ് പേടിപ്പിക്കും. മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിൽ കാര്യമില്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു 500 മോക്ക് ടെസ്റ്റ് എടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു 100 മോക്ക് ടെസ്റ്റ് എടുത്താൽ മതി. പക്ഷേ ആ 100 മോക്ക് ടെസ്റ്റിനെ അനാലിസിസ് നിങ്ങൾ ചെയ്യണം. ഇല്ലേ, നിങ്ങളൊരു 50 മോക്ക് ടെസ്റ്റ് ആണ് എടുക്കുന്നത്, ഇറ്റ് ഈസ് ഓക്കെ. 50 മോക്ക് ടെസ്റ്റിന്റെയും അനാലിസിസ് നിങ്ങൾ ചെയ്യണം. 1 മണിക്കൂറത്തെ മോക്ക് ടെസ്റ്റിന് ഒരു 40 മിനിറ്റ് മുതൽ അടുത്ത 1 hour നിങ്ങളുടെ അനാലിസിസിന് വേണ്ടി പോകും. ഏത് ഭാഗത്താണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയത്, എങ്ങനെയുള്ള മിസ്റ്റേക്കാണ് വരുത്തിയത്, സർഫസ് ലെവൽ മിസ്റ്റേക്കാണ്, ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കാണ്, ദാറ്റ് ഈസ് ഓക്കെ. അതെനിക്ക് വർക്ക് ചെയ്യാം. എനിക്ക് കണ്ടന്റ് അറിയില്ല, ഇല്ല അറിഞ്ഞിട്ട് ഞാൻ തെറ്റിച്ചതാണ്, ഇല്ല ഞാൻ പഠിച്ചതിൻ്റെ റിവിഷൻ്റെ കുറവാണ്. ഇത് മനസ്സിലാക്കി 25x4 സെറ്റ് ചോദ്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് 1 more hour. കേട്ടോ? അപ്പോൾ നിങ്ങളുടെ 2 മണിക്കൂറാണ് നിങ്ങൾ ടയർ 1-ന്റെ മൂക്കിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നത്. എക്സാം പ്ലസ് റിവിഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലപോലെ അനാലിസിസ് ചെയ്യുന്ന ഒരാൾ 1 hour അനാലിസിസ് തീർക്കും, എഫക്റ്റീവായിട്ട് തീർക്കും. അങ്ങനെ വരുമ്പോൾ വീക്ക്ലി ടാർഗറ്റ് വയ്ക്കുക. വീക്ക്ലി ഒരു 3 മോക്കൊക്കെ ആണെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് എ ഗുഡ് നമ്പർ. വീക്ക്ലി 3 ആണെങ്കിൽ 2 മാസത്തിൽ നമുക്കൊരു എത്ര വരും? 12, 12, 24, 25, ഒരു 25 to 30 മോക്സ് എടുക്കാം നമുക്ക്. നിങ്ങൾ 140+ സ്കോർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പർ കൂട്ടാൻ കേട്ടോ. പ്ലസ് ടയർ 2 കൂടെ നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഈ ഒരു നമ്പറിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അത്യാവശ്യം നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പരീക്ഷയുടെ പേടിയില്ല. നിങ്ങൾ പല സമയങ്ങളിൽ മോക്ക് ചെയ്ത് നോക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രാവിലെ 6 മണിക്ക്, രാത്രി 12 മണിക്കൊക്കെ മോക്ക് എടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ പരീക്ഷ അങ്ങനെ വരില്ല. നിങ്ങളൊരു 10 മണിക്ക് ശേഷം വൈകിട്ടൊരു 4 മണി ആ സമയത്തിനിടയ്ക്ക് നിങ്ങളൊരു മോക്ക് എടുത്ത് നോക്കൂ. അതല്ലാതെ നിങ്ങൾ എക്സ്ട്രീം സമയത്ത് പോയിട്ട് മോക്ക് എടുക്കരുത്. എഗെയിൻ ഇത് എൻ്റെ സജഷനാണ്. വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കുക. വർക്ക് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വർക്ക് ആകുന്നത് അത് നോക്കിയാൽ മതി. ഇനി എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികളെയും അഡ്രസ്സ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
60 ദിവസത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ് നിങ്ങൾക്ക് വേണം. നെക്സ്റ്റ് 2 months ഞാൻ എന്താ ചെയ്യേണ്ടത്? ടയർ 2 നോക്കുന്നവർ അടുത്ത ഒരു 5 to 6 മാസത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള റഫ് ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് വേണം. ഒരുപാട് പേരുടെ ഡെയിലി ടാർഗറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കുറച്ച് കഴിയുമ്പോൾ, നമ്മളൊന്ന് ഡൗൺ ആയി കഴിയുമ്പോൾ, ചിലപ്പോൾ മാർക്കൊന്ന് കുറയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഡെയിലി ടാർഗറ്റാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു എന്നൊരു ആത്മവിശ്വാസം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മുന്നോട്ട് പോകും. പിന്നെ അനാവശ്യ മോട്ടിവേഷനും മോട്ടിവേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യില്ല. നമ്മൾ തന്നെ മുന്നോട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോകുള്ളൂ. മന്ത്ലി ടാർഗറ്റ് ഒരു റഫ് ഐഡിയ ആണ്. അതിൽ നിന്ന് വീക്ക്ലി ടാർഗറ്റും ഡെയിലി ടാർഗറ്റും കൊണ്ടുവരണം. ഞാൻ അവർലി ടാർഗറ്റ് ഒന്നും പറയില്ല. ഇറ്റ് മൈറ്റ് നോട്ട് ബി പോസിബിൾ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഡെയിലി ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ കവറാക്കാൻ ശ്രമിക്കുന്നു. 50 ചോദ്യങ്ങളുടെ പ്രാക്ടീസാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നൊരു ടെസ്റ്റ്. ഡെയിലി ആയല്ലോ, വീക്ക്ലി 3 ടെസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന അഡ്വാൻസ്ഡ് മാത്സിൻ്റെ ഇത്ര ഏരിയ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഹിസ്റ്ററിയുടെ ഏൻഷ്യൻ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഈ 2 ഏരിയാസാണ്. ക്ലോസ് ടെസ്റ്റ് എനിക്ക് പാടാണ്. ഞാൻ അവിടുത്തെ ഒരു 100 ചോദ്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ സാധനം കവറായിരിക്കണം. ഇതിൽ നിങ്ങൾ പറയുന്ന 100ൽ 100 കാര്യങ്ങളും കവറാകണമെന്ന് ഞാൻ പറയില്ല. അത് ആരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഐഡിയൽ കാര്യമാകും. ആ പ്ലാൻ അങ്ങനെ ആകണമെന്നില്ല. അതിൻ്റെ ഒരു 70% ആയിക്കോട്ടെ. ചില ദിവസങ്ങളിൽ അതിൻ്റെ 30% പറ്റുള്ളൂ. ചില ദിവസങ്ങളിൽ 20% പറ്റുള്ളൂ. പക്ഷേ ആ 20% നിർത്തണം. കംപ്ലീറ്റ് ആയിട്ടൊരു ബ്രേക്ക് ദയവ് ചെയ്തിന് എടുക്കരുത്. ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട്, അത്യാവശ്യം നല്ലപോലെ പഠിച്ചില്ലേ എടാ 2 ദിവസം ബ്രേക്ക് എടുത്തോ, സിനിമയൊക്കെ കാണും, പുറത്തൊക്കെ പോകും, എല്ലാവരുടെ കൂടെയൊക്കെ ഇരിക്കുന്നു പറയും. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ടയർ 1 വരെ കംപ്ലീറ്റ് ബ്രേക്ക് എടുക്കരുത്. ഓക്കെ, ടാർഗറ്റിൻ്റെ 20% 30% എങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യണം. നല്ലപോലെ നിങ്ങൾ പഠിക്കണം കേട്ടോ. നല്ല ഭക്ഷണം കഴിക്കണം, ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. നല്ല ഉറങ്ങണം. ചില ആളുകൾ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറങ്ങാതിരുന്ന് പഠിക്കണം. 2 മണിക്കൂർ ഉറങ്ങാമുള്ളൂ, 3 മണിക്കൂർ ഉറങ്ങാമുള്ളൂ. അവരെ നോക്കൂ, ഇവരെ നോക്കൂ. നിങ്ങൾ പഠിക്കുമ്പോൾ അവർ ഉറങ്ങുന്നു, നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ പഠിക്കുന്നു, നിങ്ങൾ തല കുത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേഷൻ തരും. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ കിളി വാരിയ രീതിയിൽ നമ്മൾ പോയിരിക്കരുത്. നമ്മുടെ മൈൻഡ് വൃത്തിക്ക് വർക്കാകണം. ഇതൊരു ഒരാഴ്ചത്തെ ഹാർഡ് വർക്കല്ല. ഒരാഴ്ചത്തെ ഹാർഡ് വർക്കാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങണ്ട. നിങ്ങൾ ദിവസം 2 മണിക്കൂർ വെച്ച് ഉറങ്ങുമ്പോൾ 3 മണിക്കൂർ വെച്ച് ഉറങ്ങുമ്പോൾ ഇത് അങ്ങനെയല്ല. ഇത് കുറച്ച് മാസങ്ങളുടെ ഹാർഡ് വർക്കാണ്. ചില കുട്ടികളെ സംബന്ധിച്ചോളം 1-2 വർഷങ്ങളുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ മിനിമം 7 മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങണം. കോംപ്രമൈസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് 10 മണിക്കൂറും കിടന്നുറങ്ങരുത് കേട്ടോ. ഒരു 6-7 മണിക്കൂർ കിടന്നുറങ്ങണം. ടേക്ക് അഡിക്വേറ്റ് ബ്രേക്സ്, നോട്ട് എ കംപ്ലീറ്റ് ബ്രേക്ക്. വീട്ടുകാരെ ഒഴിവാക്കണം, കൂട്ടുകാരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഫുട്ബോളിനെ പ്രണയിക്കുന്ന ആളുകൾ ഫുട്ബോൾ ഒഴിവാക്കണം, ക്രിക്കറ്റിനെ പ്രണയിക്കുന്നത് ക്രിക്കറ്റ് ഒഴിവാക്കണം ഞാൻ പറയില്ല. അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്രേക്ക് എടുക്കാം. പറ്റുന്ന അത്ര ബ്രേക്ക് എടുക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഓടാൻ പോകുന്നവർ അതിന് വെക്കോ, പാട്ട് കേൾക്കുന്നവർ അത് കേട്ടോ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാക്സിമം ബ്രേക്ക് എടുക്കുക. കാരണം നമ്മുടെ മൂഡിനെ എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ മൂഡിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത്രത്തോളമാണ് അവരുടെ വളർച്ച. അതുകൊണ്ട് മാക്സിമം അവരുടെ അൽഗോരിതം നമ്മളെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിരിക്കും. അത് നിങ്ങൾക്കും അറിയാം. ഇങ്ങനെ തോണ്ടി തുടങ്ങിയാൽ നിർത്തില്ല എന്നറിയാം. അതുകൊണ്ട് ട്രൈ ടു ടേക്ക് കംപ്ലീറ്റ് ബ്രേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, അത് എക്സ്ട്രീമായി പോകും. എന്നാലും ട്രൈ ടു ടേക്ക് കംപ്ലീറ്റ് ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ. അല്ലാതെ വീടും കുടുംബം ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, ഭക്ഷണം ഒഴിവാക്കണം എന്നല്ല. നല്ല ഭക്ഷണം കഴിക്കുക, പറ്റുന്ന പോലെ കിടന്നുറങ്ങുക. പലരും ഹോസ്റ്റലിലായിരിക്കും നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഉറങ്ങാൻ കിട്ടുന്നതേ വളരെ കുറച്ച് സമയം, കിട്ടുന്ന ഭക്ഷണമേ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി. അപ്പോൾ ആ സാധനത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. അടുത്തത്, പ്ലീസ് അവോയ്ഡ് അൺനെസസറി കമ്പാരിസൺസ്. 140 കിട്ടുന്ന നിങ്ങളുടെ റൂംമേറ്റിനെ വെച്ചിട്ട് 100-120 കിട്ടുന്ന നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ആകില്ല. നമ്മൾ ഈ ഒരു ടാർഗറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് സ്വയം കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിലാണ് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, സ്വയം കമ്പയർ ചെയ്യുക, അതിൽ നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ കൊടുക്കുക. എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ ഒരേപോലെ പെർഫോം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്തോ. ഒരിക്കലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുതെന്ന് ഞാൻ പറയില്ല. മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പക്ഷെ അവരുടെ ലെവൽ വെച്ചിട്ട് വെറുതെ വിഷമിക്കാനായിട്ട് കമ്പയർ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റുകളൊന്നും എടുക്കില്ലല്ലോ. കമ്പയർ ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള കമ്പാരിസൺസ് ഒഴിവാക്കുക. ഏറ്റവും അവസാനം, അത് പരീക്ഷയ്ക്ക് മാത്രമല്ല ജീവിതത്തിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഡു നോട്ട് ലൈ ടു യുവർ സെൽഫ്. വൈകിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോഴേ കണ്ണാടിയിൽ നോക്കി 2 മിനിറ്റ് സംസാരിക്കുക. വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ ദിവസം ഞാൻ പഠിച്ചു നോക്കുമ്പോൾ പഠിച്ചു, ഇത് മതി, നിന്നെക്കൊണ്ട് പറ്റും എന്ന് നമുക്ക് മുഖത്ത് നോക്കി പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ സ്വയം നുണ പറയാതിരിക്കുക.
പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിച്ചോളുക, പിറ്റേ ദിവസം ഇരുന്ന് പഠിക്കുക. വിഷമിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ക്ഷീണം കാരണം വീണ്ടും പഠിക്കാതിരിക്കരുത്, സ്വയം നുണ പറയാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും ഞാനായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം, നിങ്ങളെല്ലാം വൃത്തിക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ ഒരു കറക്ഷൻ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ പഠനത്തിന് ഉണ്ടാകാൻ കഴിയുമെങ്കിൽ, ഈ വീഡിയോ എത്ര പേര് കണ്ടാലും അതിൽ ഒരാളുടെ കാര്യത്തിലെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, തൃപ്തനാണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ പഠിച്ച് കണ്ടന്റ് കയ്യിലുള്ള ഒരു കുട്ടിയാണ്, നിങ്ങളൊരു മാക്സിമം റിവിഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നോട്ട് ഫോർ എ ബിഗിനർ അഗെയിൻ പറയുകയാണ്. PYQ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 45 ദിവസത്തെ PYQ മാക്സിമം സോൾവ് ചെയ്യുന്ന, അതായത് SSC പരീക്ഷകൾ, പിന്നെ റിലവൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ UPSCയുടെ RRBയുടെ ഒക്കെ റിലവൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പ്ലസ് എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളുടെ, നമ്മൾ PYQ നിന്നും നമുക്കറിയാം, ഇപ്പോൾ GK ഒക്കെയാണ് നമ്മൾ പഠിക്കുന്ന അറിയാം, PYQവിൽ നിന്നും പിന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ പറയും. അങ്ങനെ PYQ പ്ലസ് എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളുടെ മാത്രം പ്രാക്ടീസ് ബാച്ചാണ് 999 രൂപയ്ക്ക്. ജൂൺ മാസം 26-ാം തീയതി ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഈ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാം. ഇനി അങ്ങനെയല്ല അത്യാവശ്യം റിവിഷൻ നടത്തിയിട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നാണെങ്കിൽ, ഒരു ഓൾറെഡി ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട് കേട്ടോ, ഓൾറെഡി ഓൺഗോയിങ് ആണ് അതിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ ആ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് ലൈവ് പ്ലസ് കുറേ റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും, അതിൻ്റെ റിവിഷൻ നടക്കും. കംപ്ലീറ്റ് PYQ മാത്രമായിരിക്കില്ല. അപ്പോൾ ആ ഒരു കണ്ടന്റ് ഉണ്ട്, ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. അതാണ് CGLന്റെ മാസ്റ്റർ ബാച്ച്. അതിന് വരുന്നത് 1999 രൂപയാണ്. ഇതാ ഇരിക്കുന്നു, 1999 രൂപ. അപ്പോൾ ഇതിൽ ഏത് ബാച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഏത് ബാച്ചാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത്, ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. എന്തൊക്കെ എലമെന്റ്സാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ടത്, SSC പരീക്ഷകളെ പറ്റി കൂടുതൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം എന്നുള്ളതും നിങ്ങൾക്ക് പറയാം. എല്ലാം നമ്മുടെ ഭാഗത്തു നിന്നും അറ്റ് ദ ഏർലിയസ്റ്റ് നല്ല ക്വാളിറ്റിയോടെ തന്നെ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കട്ടെ. എത്തിയതിനു ശേഷം നേരിൽ കാണാൻ വരിക. വീണ്ടും വീണ്ടും പറയുന്നില്ല, കാണാൻ വരുമ്പോൾ എല്ലാവരും ഭക്ഷണവുമായിട്ട് വരിക. അപ്പം നമുക്ക് നേരിൽ കാണാം. ബൈ.